ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ ഒന്ന് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അതേ സൈസ് തന്നെ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇതിലേക്ക് 1 കോഴിമുട്ടയുടെ വെള്ളം ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല മസാല പിടിക്കൂട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം പോലെ ഉള്ളി ഒന്ന് പൊരിച്ചിട്ട് കോരി മാറ്റുക. ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. മൊരിഞ്ഞിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഓയിലിൽ നിന്ന് കുറച്ച് വേറെ എടുത്ത് വെക്കാം കേട്ടോ. ഇത് മുഴുവൻ നമുക്ക് മസാലയിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മളത് കുറച്ച് ഓയിലൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മസാലയിലും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 3 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അധികം വലിപ്പമില്ലാത്ത 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർക്കണില്ല കേട്ടോ. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില പുതിനയിലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരി തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ച്ചോറാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പം ഉള്ളി ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ മല്ലിയില പുതിനയില, കുറച്ച് ഗരം മസാല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുഴുവനായിട്ടും ചോറ് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നെയ്യിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൽ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം നമ്മളിത് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചോറ് വിളമ്പിയെടുക്കാം.